വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മളിനി നോക്കാൻ പോകുന്ന റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണ്. നമ്മൾ ഓൾറെഡി സ്ലോ സാൻഡ് ഫിൽറ്റർ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഡീപ്പായിട്ട് നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മുടെ കുറച്ച് വാല്യൂസും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിനി റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൽ പറയാനുള്ളൂ. ഇപ്പോൾ റാപ്പിഡ് സാൻഡ് സ്ലോ സാൻഡും നോക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നതൊക്കെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിലാണ്. സ്ലോ സാൻഡിൽ എഫിഷ്യൻസി കൂടുതലാണെങ്കിലും നമുക്ക് ഈ പബ്ലിക് യൂസേജിന് എന്ന് വെച്ചാൽ മുനിസിപ്പൽ ബേസിസിലൊന്നും ആ പബ്ലിക് യൂസേജിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്കണോമിക്കലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾസിൽ വ്യത്യാസമുണ്ട് സ്ലോ സാൻഡ് ഫിൽറ്ററിനേക്കാളും. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതലാണ്. അതുപോലെ തന്നെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് കുറച്ച് കുറവാണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് അതൊക്കെ നമുക്ക് കറക്റ്റ് വാല്യൂസും കാര്യങ്ങളിലും പറയാം. പിന്നെ എങ്ങനെയാണ് അതിൽ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത്, ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇനി നമുക്ക് നോക്കാനുള്ളൂ. The difficulty of requiring more space for slow sand filters led the engineers and the scientists to find out means to increase the rate of filtration. അപ്പോൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോ സാൻഡ് ഫിൽറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിന് സ്പേസ് ഒരുപാട് വേണം, അൺഎക്കണോമിക്കലാണ്. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ അങ്ങനെയല്ല. സ്പേസ് അധികം അങ്ങനെ നമ്മുടെ സ്ലോ സാൻഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര അധികം വേണം എന്നില്ല സ്പേസ്. അതുപോലെ എക്കണോമിക്കലാണ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞ 100 to 200 ഇവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 3000 to 6000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഉള്ളത്. അതുപോലെ ഇറ്റ് വാസ് ഒബ്സർവ് ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഇൻ 2 ways. 2 രീതിയാണ് ഇവിടെ പറയുന്ന റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മെത്തേഡ് by increasing the size of sand so that friction to water passing through filter media is minimized. എന്താണ് സാൻഡിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഫ്രിക്ഷൻസ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ ആ ഫിൽറ്റർ മീഡിയയിലുള്ള ഫ്രിക്ഷൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ അലോവിങ് വാട്ടർ ടു പാസ് അണ്ടർ പ്രഷർ ത്രൂ ദി ഫിൽറ്റർ മീഡിയ. ഓക്കെ, അത് പ്രഷറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് നമുക്ക് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മുടെ 2 ടൈപ്സ് പറയുന്നുണ്ട്, റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സും പ്രഷർ ഫിൽറ്റേഴ്സും. റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് കമ്പാരിറ്റീവ്ലി ലാർജർ സൈസ് സാൻഡ് പാർട്ടിക്കിൾസ് ആണ് വിച്ച് അലോ ഗ്രേറ്റർ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആസ് കമ്പയർഡ് ടു സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് യൂസ്ഡ് ലാർജ് സ്കെയിൽ സപ്ലൈസ്. ഇതിൽ തന്നെ പ്രഷർ ഫിൽറ്റേഴ്സിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. യൂട്ടിലൈസ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രഷർ ഓവർ ദി ഫിൽറ്ററിംഗ് വാട്ടർ ദെയർ ബൈ ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ യൂസ്ഡ് സ്മോൾ ഇൻസ്റ്റലേഷൻ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്, സ്വിമ്മിംഗ് പൂൾസ് എക്സെട്ര. റാപ്പിഡ് ഗ്രാവിറ്റി സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 3000 to 6000 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. ഹൈ റേറ്റ് ഫിൽട്രേഷൻ ലീഡ്സ് ടു കൺസിഡറബിൾ സേവിംഗ് ഓഫ് സ്പേസ് ആസ് വെൽ ആസ് ഫിൽറ്റർ മെറ്റീരിയൽസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ വാട്ടർ ടൈറ്റ് റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് കോൺക്രീറ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഡെപ്ത് 2.5 to 3.5 മീറ്റർ, ഏരിയ ഓഫ് ഫിൽറ്റർ യൂണിറ്റ് ലിമിറ്റഡ് ടു 10 to 80 മീറ്റർ സ്ക്വയർ. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ഫിൽറ്റർ ടാങ്ക് n is equal to 1.22 into Q ആണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫിൽറ്റർ യൂണിറ്റ്സ് ആൻഡ് Q പ്ലാന്റ് കപ്പാസിറ്റി ആണ് പറയുന്നത് ഇൻ MLD. ആൻഡ് ഫിൽറ്റർ മീഡിയ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ലെയേഴ്സ് എബൌട്ട് എങ്ങനെയാണ് 60 to 90% ഇൻ ഡെപ്തും പ്ലേസ്ഡ് ഓവർ ഗ്രാവൽ സപ്പോർട്ട്. എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് 0.35 to 0.55 mm. അതുപോലെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1.3 to 1.7 ആണ്. ദെൻ ബേസ് മെറ്റീരിയൽ ഗ്രാവൽ ആണ്. ഇറ്റ്സ് സപ്പോർട്ടഡ് ബൈ സാൻഡ് അലോങ് വിത്ത് ദി സപ്പോർട്ട് ടു ഡിസ്ട്രിബ്യൂട്ടഡ് വാഷ് വാട്ടർ ആൻഡ് 60 to 90 centimeter thick gravel size പ്ലേസ്ഡ് ഇൻ ലെയേഴ്സ്. കോസർ അറ്റ് ടോപ്പ് or top means 40 mm and finer at bottom 20 to 40 mm. And fifth one, under drainage system. Under drainage system is very important term here to receive and deliver filtered water and also allow the backwashing for cleaning filter. It's important point. So in addition to collecting filtered water during its downward journey, it should be capable of sending the wash water upward with sufficient high velocity. Backwashing causes the filtered water upward through the bed at such a velocity so that it causes the sand to expand the thickness. വേറൊന്നുമല്ല, ഇതിൽ നമുക്ക് ഈ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തന്നെയാണ് ഈ വാഷിങ്ങിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ബാക്ക് വാഷിംഗ് ആണ് നമ്മുടെ ഈ ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഹൈ വെലോസിറ്റിയിൽ നമ്മൾ വാട്ടർ തിരിച്ച് അടിച്ച് അത്രയും പ്രഷറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് വെലോസിറ്റിയിൽ. അപ്പോൾ അതാണ് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. ഈ ബാക്ക് വാഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 24 to 48 hours നമ്മൾ ഈ ബാക്ക് വാഷിംഗ് ചെയ്യും. ഈ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ. ഓക്കെ, അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.
ഈ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഫസ്റ്റ് മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം, പെർഫറേറ്റഡ് പൈപ്സ് ടൈപ്പ് സിസ്റ്റം, പൈപ്പ് ആൻഡ് സ്ട്രെയിനർ ടൈപ്പ് സിസ്റ്റം. ദിസ് ഇസ് റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ. ഈ ഒരു ഫിഗർ ഒന്ന് നോക്കി വയ്ക്കുക, പാർട്സ് കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ബാക്ക് വാഷിംഗ്. When some becomes dirty as indicated by excessive loss of head, filter must be cleaned and washed. For cleaning, raw supplies as well as filtered supplies have to be cut off but drained down and wash water sent back upward through the filter buds. Forced upward movements of wash water and compressed air will agitate the sand particles, thus removing the suspended impurities from it. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ബാക്ക് വാഷിംഗ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാട്ടർ, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വാട്ടർ ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് നമ്മൾ വരും. നോർമലി ഈ ക്ലീൻ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 24 to 48 അവേഴ്സിനകം ചെയ്തിരിക്കണം എന്നാണ്. ചെയ്യുന്നത് എന്താണ്? ബാക്ക് വാഷിംഗ് ആണ്. ഈ ബാക്ക് വാഷിംഗ് ചെയ്യുന്ന സമയത്ത് അത്രയും ഹൈ വെലോസിറ്റിയിലാണ് നമ്മൾ ബാക്ക് വാഷിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇട്ടേക്കാം, ഒരു ചെറിയൊരു വീഡിയോ. ഇത് ഇട്ടതിന് ഇതിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ബാക്ക് വാഷിംഗ് ചെയ്യുന്നതെന്ന്. ബാക്ക് വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു 2 to 6% വാട്ടർ നമുക്ക് ബാക്ക് വാഷിങ്ങിന് ആവശ്യമായിട്ട് വരും. Then rate of washing 50 to 90 cm rise per minute, acceptable 45 cm per minute, duration 10 to 30 minutes, 0.40 kilogram per centimeter square ആണ് പ്രഷർ, 24 to 48 അവേഴ്സിലെ ഫ്രീക്വൻസി. ആൻഡ് ഫിൽറ്റർ സ്ലഡ്ജ് എന്ന് പറയുന്നത് will have to be suitably disposed after thickening to ensure safe disposal. Filter can also be washed easily and efficiently by surface wash. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാക്ക് വാഷ് എന്താണെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ നോർമലി ഫിൽട്രേഷൻ നടക്കുന്ന ഈ ഒരു രീതിയിലാണ് വാട്ടർ. ബാക്ക് വാഷിംഗ് നടക്കുന്ന നോക്കിക്കേ, വാട്ടർ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ആ ഫിൽട്രേഷൻ പ്രോസസ്സും ബാക്ക് വാഷ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിൽറ്റർ ട്രബിൾസ് ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ എയർ ബൈൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫോർമേഷൻ ഓഫ് മഡ് ബാൾസ് അല്ലെങ്കിൽ മഡ് ബാൾ ഫോർമേഷൻ, അതുപോലെ തന്നെ ക്രാക്കിംഗ് ഓഫ് ഫിൽറ്റേഴ്സ്. ഇത് മൂന്ന് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ നെഗറ്റീവ് ഹെഡ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ കാരണമായിരിക്കും നമുക്ക് എയർ ബൈൻഡിങ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഈ എയർ ബൈൻഡിങ്ങിൻ്റെ ഉണ്ടാവാനുള്ള ആ ഒരു റെമഡിയൽ മെഷേഴ്സ് എയർ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നോക്കാം. പ്രിവെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് നെഗറ്റീവ് ഹെഡ്സ് പ്രിവെൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ഹെഡ്സിൽ മാക്സിമം 1.2 മീറ്റർ ആണ് പറയുന്നത്. Preventive measures for growth of algae, necessary measures to control the temperature rise and when the water percolating through the filter media and allowing the water to supersaturate with the air. These are the remedial measures of എയർ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയാം, വേറെ ഒന്നും അല്ലാതെ നമുക്ക് ആ ഫിൽറ്ററിലുണ്ടാവുന്ന ആ ഒരു ട്രബിളാണ് എയർ ബൈൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ മഡ് ബാൾസ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ ഈ ടൈം കഴിയുന്നതനുസരിച്ച് ഇംപ്യൂരിറ്റീസ് എല്ലാം ഡെപ്പോസിറ്റ് ആവില്ലേ, ഡെപ്പോസിറ്റ് ആയി വരുമ്പം അതിലൊരു മഡ് ബാൾ ഫോർമേഷൻ ആവുന്നുണ്ട്. അത് അത്ര അടിഞ്ഞുകൂടി ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മഡ് ബാൾസ് എന്ന് പറയുന്നത്. The mud particles from the atmosphere may attract and accumulate on the surface of sand grains, forming a solid mass. As the time increases, the impurities may deposit more and more, and the size and weight of the solid thus formed called mud balls may increase. ഇത് വായിച്ചു പോകുന്നത് നിങ്ങൾക്കിപ്പം ഇതിൽ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മുടെ ലാംഗ്വേജിൽ തന്നെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ കണ്ടൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. അതിൽ കൂടെ നമുക്ക് എഴുതണമെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ജസ്റ്റ് വായിച്ച് വിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആയിട്ടിരിക്കും. These mud balls sink through a filter media and finally deposit within the voids the gravel particles of base materials, resulting clogging. Due to the continuous process, the entire base materials becomes clogged, resulting the efficient and proper functioning of the unit. ക്രാക്കിംഗ് ഓഫ് ഫിൽറ്റേഴ്സിൽ പറയുന്നത് നമ്മൾ ടോപ്പ് ലെയറിൽ ആ ഫിൽറ്റർ ബെഡായിട്ടുള്ള ഫൈൻ സാൻഡാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ശ്രിങ്കേജ് ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. ഈ ശ്രിങ്കേജ് ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്ന കാരണം ഈ സാൻഡ് ബെഡിലൊക്കെ നമുക്ക് ക്രാക്സ് ഫോം ചെയ്യാനുള്ള എന്ന് വെച്ചാൽ മെയിനായിട്ട് ആ ശ്രിങ്കേജ് ഫോം ചെയ്ത് ക്രാക്ക് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. ദ ക്രാക്സ് ആർ മോർ പ്രിഡോമിനൻറ്റ് നിയർ ദി വാൾ ജംഗ്ഷൻസ്. ആ വാൾ ജംഗ്ഷൻസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ക്രാക്സിനായിരിക്കും കൂടുതൽ പ്രിഡോമിനൻറ്റ് വരുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ഫിൽറ്റർ, ലോസ് ഓഫ് ഹെഡ് ആൻഡ് ഇൻക്രീസിംഗ് പ്രഷർ ഓൺ ദി സാൻഡ് ബെഡ്, cracks gets widened.
അതുപോലെ തന്നെ ഫ്ലോക്കിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഫ്ലോക്ക്, മഡ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് അറസ്റ്റഡ് ഇൻ ദ ഫിൽട്ടേഴ്സ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഫ്ലോക്കും അതുപോലെ തന്നെ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോഗ് ചെയ്യുമ്പോഴാണ് ആ മഡിൻ്റെ ഫോർമേഷൻ വരുന്നത്. മഡ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് അറസ്റ്റഡ് ഇൻ ദ ഫിൽട്ടേഴ്സ് and penetrated deep into the filter through these cracks, thus impairing the functioning and efficiency of filtration. ഈ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 80 to 90% മാത്രമായിരിക്കും വരുന്നത്. അതുപോലെ ടർബിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന 35 to 40 mg/L. കളർ റിമൂവ് ചെയ്യാനായിട്ട് ഹൈ എഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം പറഞ്ഞു സ്ലോ സാൻഡ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, കളർ റിമൂവ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. വളരെ എഫിഷ്യൻസി കുറവാണ്. പക്ഷേ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ കളർ റിമൂവൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ മൈക്രോബയൽ റിമൂവൽ എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും, ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രഷർ ഫിൽറ്ററാണ്. അപ്പോൾ ഈ സ്ലോ സാൻഡ് ആയാലും റാപ്പിഡ് സാൻഡ് ആയാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എഴുതാനുള്ളൊരു കണ്ടൻറ്റ് ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് പറയുന്ന പ്രഷർ ഫിൽറ്റർ ആദ്യം നോക്കേണ്ട. പ്രഷർ ഫിൽറ്റർ എന്ന് പറയുമ്പം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾസിലൊക്കെയാണ്. അതുപോലെ ഇൻഡസ്ട്രി, പ്രൈവറ്റ് ബിൽഡിങ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അർബൻ വാട്ടർ സപ്ലൈ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ആയിട്ട് വരുന്ന സ്ഥാപനം എന്ന് പറയുന്നില്ല, ബിൽഡിങ്സും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ നമ്മൾ പ്രഷർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഷർ ഫിൽറ്ററിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരു 700 kN/m² റേഞ്ചിലായിരിക്കണം. അതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഈ പ്രഷർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ് പോലെയാണ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വെസൽസ് ആയിരിക്കും. ഈ ഫിഗറിൽ കാണുമ്പോൾ ഒരു ക്ലോസ്ഡ് വെസൽസ് ആയിരിക്കും. അതുപോലെ ഇതിൽ ആ പ്രഷറിൻ്റെ ബേസിസിലായിരിക്കും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 700 kN/m² കൂടാൻ പാടില്ല. അപ്പോൾ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 300 to 700 kN/m² ആണ്. ഡയമീറ്റർ 1.5 to 3 മീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് 3.50 to 8 മീറ്റർ ആണ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 2.5 times. ദാറ്റ്സ് ദി റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റേഴ്സ്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു 6000 to 15,000 L/m² ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പം ബാക്ടീരിയാസ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 80% ആണ്. അതുപോലെ തന്നെ ടർബിഡിറ്റി റിമൂവലും റാപ്പിഡ് ഗ്രാവിറ്റി കമ്പയർ ചെയ്ത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാനാണ് 80% എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എടുക്കുന്നത് 65 to 75% ആണ്. അതുപോലെ തന്നെ ലാർജ് വാട്ടർ സപ്ലൈ സ്കീംസിലൊന്നും നമുക്ക് ഈ പറയുന്ന പ്രഷർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ലാർജ് വാട്ടർ സപ്ലൈ സ്കീംസിലൊന്നും നമുക്ക് പ്രഷർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രഷർ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആർ പ്ലേസ്ഡ് ഇൻ ക്ലോസ്ഡ് വെസൽസ്. പ്രഷർ ഫിൽറ്റേഴ്സിൻ്റെ വെസൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എയർ ടൈറ്റ് വെസൽസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ സ്റ്റീൽ സിലിണ്ടറിക്കൽസ് ആണ് നമ്മളിതിൽ പ്രഷർ വെസൽസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ് പ്രഷർ വെസൽ. വാട്ടർ ടു ബി ട്രീറ്റഡ് ഈസ് പാസ്ഡ് അണ്ടർ പ്രഷർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റോ വാട്ടർ പമ്പ്ഡ് ഇൻ ടു വെസൽസ് ബൈ മീൻസ് ഓഫ് പമ്പ്സ്. ഓക്കെ, ഇതിനും ടൈപ്സ് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ പ്രഷർ ഫിൽറ്റേഴ്സ് ആൻഡ് വെർട്ടിക്കൽ പ്രഷർ ഫിൽറ്റേഴ്സ്. ഹൊറിസോണ്ടൽ പ്രഷർ ഫിൽറ്റർ എന്ന് പറയുമ്പം അത് ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മറ്റത് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ഫിഗർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ പ്രഷർ ഫിൽറ്റർ ആൻഡ് സെക്കൻഡ് വൺ വെർട്ടിക്കൽ പ്രഷർ ഫിൽറ്റർ. അതുപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എ കോമ്പാക്ട് മെഷീൻ ഹാൻഡിൽഡ് ഈസിലി, ഓട്ടോമാറ്റിക് യൂണിറ്റ്സ് ക്യാൻ ബി ഡിസൈൻഡ്. ഓക്കെ, അതിലിനിയൊന്നും പറയാനില്ലല്ലോ. ഹയർ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണ്, ലെസ് സ്പേസ് ആൻഡ് ലെസ് ഫിൽറ്ററിംഗ് മെറ്റീരിയൽ ഫോർ ദി സെയിം വോളിയം. ആൻഡ് തേർഡ് വൺ sedimentation coagulation tanks can be avoided. More flexible as the rate of filtration can be changed by change in pressure of raw water. For small scale supply proved to be economical. Filtered water under pressure and needs not require further pumping in most cases. Then advantages. The overall capacity of the tank is small, less efficient in killing bacteria and removing turbidity, uneconomical for large supply. As the process in a closed tank, proper inspection is difficult. Cleaning and replacement of materials is difficult. Working of wash water trough is not perfect, as the raw water is to be kept under high pressure, high rate of pumping and make effluent poorer. These are the disadvantages. വീഡിയോയിൽ ഇടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോറി.